ഏയ് മച്ചാമാരെ, ഞങ്ങൾ എൻ്റെ സൈക്കിള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വ്ളോഗിൽ. പക്ഷേ ആ സൈക്കിൾ മാറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു പുതിയ സൈക്കിൾ മേടിക്കാൻ പോകട്ടെ. മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് മേടിക്കാനല്ല, ഞങ്ങളുടെ ജർമ്മൻ പഠിപ്പിക്കുന്ന ടീച്ചർ ഞങ്ങൾക്ക് സൈക്കിൾ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ സൈക്കിളൊന്നും കണ്ടിട്ടില്ല. സൈക്കിള് അവിടെ ചെന്നിട്ട് നല്ലതാണെന്നൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യണം. ആണുങ്ങളുടെ സൈക്കിളാണെന്നാണ് പറഞ്ഞത്. അപ്പം അത് നോക്കിയിട്ട് എടുക്കണം. എൻ്റെ ഇവിടെ അലക്സും മനൊക്കെ ഉണ്ട്. കണ്ടോ കണ്ടോ അലക്സേ അതിനോടറ. അപ്പം നിൻ്റെ ബാക്കിലല്ലേ. അനുവിന് മടിയാണ് ഗൈസ്. ഇവിടെ ബാക്കിലിട്ട് പോകാൻ പാടില്ലെന്നുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ ബാക്കിലില്ല. ഇവിടെ ഒരു പ്രാവശ്യം ഇവൻ ബാക്കിലിരുത്തിയിട്ട് പോയ ടൈമിൽ ഞങ്ങളിവിടെ ജോലി ചെയ്യണ ഒരു കൊളീഗ് പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കുറേ ചീത്തയൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്താണെന്നറിയാൻ പാടില്ല, ഇവിടെ ബാക്കിലിരുത്തി കൊണ്ടുപോകണത് ഉമ്മാർക്ക് വലിയ താല്പര്യമുള്ള കേസല്ല. കുതിരനെ സൈക്കിള് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് സൈക്കിള്. നല്ല പൊക്കമുള്ള സൈക്കിള്, കറക്റ്റ് എനിക്ക് വേണ്ടി പണിതുപോലെ. പക്ഷെ കാറ്റില്ല. ഫ്രണ്ടും ബാക്കും ഗിയറുള്ള ഒരു സൈക്കിളാണിത്. എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ക പെർഫെക്റ്റ്. കണ്ടോ, ബ്രേക്ക് ഉണ്ട്, എല്ലാനും ഉണ്ട്. സെറ്റ് സൈക്കിള് എനിക്ക് പറ്റിയത്. അതേ ഒരു ബെല്ലൊക്കെ ഉണ്ട്, അടിയിലൊരു ബെല്ല്. പിന്നെ അതൊക്കെയുള്ളത് ഡൈനാമോ ഇല്ല. നൈസ് സൈക്കിളാണ്. പക്ഷേ കാറ്റില്ല കേട്ടോ, കാറ്റടിക്കണം നന്ദി. മഴയും വന്നിട്ട് ഇതിന് എന്തായാലും കൊള്ളാട്ടത് അല്ലേ. ലുക്ക് അലക്സ് ചവിട്ടി നോക്കിയാണ്ട എങ്ങനെയുണ്ടാ ഹൈറ്റ്. എനിക്കറിയത് കറക്റ്റ്. ബാക്കുണ്ട് നല്ലോണം. പിന്നെ ചവിട്ടുമ്പോൾ മറ്റേ പെഡലി ചെറുതായിട്ട് ഒരു ഇതാവും. Ja, okay. Weil er würde sich freuen, weil das nämlich von ihm ist. Aha, okay. Und vielleicht, weiß nicht, ein paar Euro, wenn er einfach sagt. Ja. Aber er kann ja mit der Gangschaltung helfen. Ach so. Okay. Weil das hat er selbst gebaut. Okay. Vielen Dank. Sehr gerne. Vielen Dank. Danke. Ja. Ciao. Wenn ihr uns was braucht, könnt ihr gerne immer kommen. Ja. Immer Möglichkeiten, uns was zu besorgen. Okay. Und wenn ihr einigermaßen എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയെടുത്ത് ചെന്നാൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയെടുത്ത് ചെന്നാൽ മതി. Genau. Ich habe eine Frage. ചോദിച്ചിട്ട് മതി. ചോദിച്ചത് പുള്ളി നല്ല അടിപൊളി മനുഷ്യൻ. പുള്ളി എൻ്റെ സൈക്കിൾ ചവിട്ടിയിട്ടൊന്ന് പരീക്ഷിക്കുകയാണ്. ഞാനിപ്പോൾ ഒന്ന് ചവിട്ടിയിട്ട് വന്നപ്പോൾ പെഡലിക്ക് ഒരു ചെറിയ പ്രോബ്ലം പോലെ തോന്നി. അപ്പോൾ പുള്ളി അത് നോക്കാനായിട്ട് വീണ്ടും ചവിട്ടി പോയൊക്കെയാണ്. പുള്ളി വരുന്നുണ്ട്. Die rechte Bremse, diese geht. Die geht nicht. Ja, ich verstehe. Aber mit der kannst du bremsen? Ja, diese Genau. vorne, hinten Aber soll wechseln. okay, das muss man hier reinmachen wieder. Ja. Also hier, dann wird es gehen. Okay. Und was nicht funktioniert, ist die Schaltung. Ach so. Aber das könnte man auch. Da gibt es einmal in der Woche in Ebenhausen repariert an einer Radl. Aha. Okay. Das ist nicht dramatisch. Okay. Das schaltet immer noch hoch. Aber so vorne gibt es einen Fahrradgeschäft. Ja. Genau, da können Sie jetzt das. musst du nur fragen, was es kostet. Ja. Dann ist es relativ. Aber das ist auch von ihm. Okay. Es ist bei ihm gekauft und er repariert es euch auch oben am Berg. Aha, okay. Das Radl ist von ihm.
vor 10, 12 Jahren. Also er freute sich, das ist sein Name, Wagenhäuser. Faradi Session. Dann könnt ihr mal fragen. Nee? Passt auch gut von der Größe, weil du groß. സൈക്കിള് കിട്ടിയേട്ടാ, ഇച്ചിരി ചവിട്ടാനായിട്ട് നല്ല ഹൈറ്റായി സൈക്കിള്. എന്തായാലും എടുത്തിട്ട് വീട്ടിലോട്ട് പോയാണ്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് കട്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ പുള്ളി ഞങ്ങൾക്ക് ക്ലാമ്പ് തന്നിട്ടുണ്ട് അത് ശരിയാക്കാനുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. വണ്ടി ദൊറോത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ ലെയറിനാണ്, ഡോയിച്ച് ലെയർ. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് വേണ്ടി സൈക്കിളിലൂടെ പറഞ്ഞേൽപ്പിച്ചതാണ്. അപ്പോൾ സൈക്കിളൊക്കെ നോർമലൊക്കെ ആണെങ്കിൽ 1000, 1000 മേളിലോട്ട്, ഇതൊക്കെയാണ് 1500, അതിന് മേളിലോട്ട്. ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് ജർമ്മനിലോട്ട് വന്നവരാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ സൈക്കിൾ മേടിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ല കാശ് കൂട്ടുകൂടാ. ഇവിടെ സൈക്കിളിന് പിന്നെ സൈക്കിളിൻ്റെ ആക്സസറീസിനൊക്കെ നല്ല ക്യാഷാണ് ഇവിടെ. അത്യാവശ്യം 1000 യൂറോ. ഇപ്പം എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് സൈക്കിളാണിത്. ഈ സൈക്കിളിനപ്പോൾ ഒരു 1700 യൂറോളൊക്കെ വരും. നല്ല ക്യാഷ് വരും ഇതിന്. അപ്പോൾ നിങ്ങൾ സൈക്കിൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വരുമ്പോൾ തന്നെ മേടിച്ചു കഴിഞ്ഞാൽ ആകെ സീനായിരിക്കുള്ളൂ. ഇപ്പം എനിക്കിപ്പോൾ കറക്റ്റ് സൈക്കിൾ കിട്ടിയേക്കണം, എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള സൈക്കിളാണ് കിട്ടിയേക്കണേ. അപ്പോൾ ജർമ്മനിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊക്കെ സൈക്കിൾ കിട്ടോട്ടെ. ഇപ്പോൾ ജർമ്മനിയിലെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ച സാധനങ്ങൾ അവർ നമ്മൾ തന്നെ കൊണ്ട് കളയുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ചെയ്യുക. ഇവിടെ ഉപയോഗിച്ചിട്ട് കേടാവാത്ത സാധനങ്ങളൊക്കെ ഇവർ നമുക്ക് വെറുതെ തരും. അതായത് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് വെറുതെ കൊടുക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിൽ വന്നിട്ട് ഒരു ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കും ഫെർഷെങ്കൻ എന്ന് പറയും. ഫെർഷെങ്കൻ വെച്ചേക്കുന്ന സാധനങ്ങൾ പോയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു അടിപൊളി പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് TV കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പോൾ സൈക്കിൾ തന്നേക്കുന്നത് എൻ്റെ ലെയറി ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതേപോലെയും കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യ സാധനങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ക്ലൈനറ്റ് സൂക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. ആ ഒരു ആപ്പ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും ഫെർഷെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി എടുക്കാനുള്ള പരിപാടികൾ നിങ്ങൾക്ക് കാണാം. പിന്നെ അവിടെ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് പോയി എടുക്കാം. ക്യാഷ് ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതേ റൂമിലെത്തിയിട്ടോ, സൈക്കിൾ റൂമിലോട്ട് കയറ്റി. എൻ്റെ സൈക്കിൾ തന്ന പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മനുഷ്യനായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളി അടുത്തോട്ട് തന്നെ ചെന്ന് പുള്ളി തന്നെ ശരിയാക്കി തരാം, നിങ്ങൾ വേറെ കടയിലൊന്നും പോകണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ജർമ്മൻ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ സൈക്കിള് എനിക്ക് വേണമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് സൈക്കിളില്ലാന്ന് ഞാൻ ഇങ്ങനെ കുറേ നാളായി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി അത് മനസ്സിലൊന്നും എടുക്കരുത്, ഞാൻ വിചാരിച്ച് മറന്നു പോയിട്ടുണ്ടാവുന്നു. അപ്പോൾ ഇന്നലെ ജർമ്മൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് പറ്റിയൊരു സൈക്കിളുണ്ട്, കറക്റ്റ് നിനക്ക് ചേർന്നൊരു സൈക്കിളാണ്, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പോയി എടുത്തതാണ്. എന്തായാലും സൈക്കിൾ അടിപൊളിയാണ്, സെറ്റാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും വീഡിയോ കാണുന്നവരെ ബൈ.